എന്ന് വെച്ചാൽ നമ്മുടെ എന്ത് രേഖയാണെങ്കിലും അത് മിസ്സാവില്ല, അത് നമ്മുടേത് മാത്രമാണ്. സോ കോയിൻ ഫോർജിന്റെ ഒരു ബിസിനസ് നിങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു ഡിജിറ്റൽ ലെഡ്ജറിൽ ബ്ലോക്ക് ചെയിനിൽ അത് അടങ്ങിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിട്രീവ് ചെയ്യാം. അതിനെ വെച്ചിട്ട് ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. എന്ന് വെച്ചാൽ അതിനേതായിട്ടുള്ള ഒരു ചില പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. റൈറ്റ്, അത് നമ്പർ 2. നമ്പർ 3 എന്നുള്ളത് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്രോജക്ട് എന്നാണ് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് പ്രോജക്ട് എന്ന് വെച്ചാൽ ഇത് സെൻട്രലൈസ്ഡ് അല്ല എന്നാണ് അർത്ഥം. സെൻട്രലൈസ്ഡ് ആണ് ഇപ്പോൾ മിക്കവാറുമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കമ്പനി, ഒരു ബോസ്, ഒരു മാനേജർ, ഒരു ചെയർമാൻ, എല്ലാത്തിനും നമ്മൾക്ക് തലയുടെ മുകളിൽ ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പൊ എല്ലാവരുടെയും കാണുന്നത്. അതൊരു ഹോട്ടൽ ആവട്ടെ, നിങ്ങളുടെ ഓഫീസ് ആവട്ടെ, നിങ്ങളുടെ എവിടെ നോക്കിയാലും എല്ലാത്തിനും ഒരു സെൻട്രൽ കൺട്രോൾ ഉണ്ട്. പക്ഷെ ഇവിടെ ഇതൊരു അതുകൊണ്ട് എന്താണ് സെൻട്രൽ കൺട്രോൾ എപ്പോഴും ഒരു പേടി പിടിക്കുന്ന കാര്യമാണ്. നാളെ നമ്മുടെ ജോലിയെ വേണമെങ്കിൽ നമ്മുടെ ബോസിന് തട്ടിവിടാം, അല്ലെങ്കിൽ നാളെ ഞാൻ വേറെ എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് ചെയ്യണമെങ്കിൽ എന്റെ കംപ്ലീറ്റ് ട്രീനെ മാറ്റാം അവർക്ക്. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു സ്കീമിലാണ് റൺ ചെയ്യണമെന്ന് വെച്ചാൽ ആ സ്കീമിനെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് നാളെ മാറ്റാൻ പറ്റും. പക്ഷെ ഇവിടെ ഡീസെൻട്രലൈസ്ഡ് ആവുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ല. നമ്മുടെ തലയുടെ മുകളിൽ ഇങ്ങനെ യു ആർ യുവർ ബോസ്, നിങ്ങളാണ് നിങ്ങളുടെ ബോസ്, നിങ്ങളാണ് നിങ്ങളുടെ മാനേജർ, നിങ്ങളാണ് നിങ്ങളുടെ ചെയർമാൻ. റൈറ്റ്. സോ ഇത് വന്നിട്ട് ഒരു ട്രാൻസ്പെറന്റ് സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ കാണുക. എന്തും എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ആൻഡ് ഫൈനലി സ്മാർട്ട് കോൺട്രാക്റ്റിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യണത്. സ്മാർട്ട് കോൺട്രാക്ട് എന്ന് വെച്ചാൽ കോയിൻ ഫോർജിൽ നിങ്ങൾ ഇപ്പൊ ചേരുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരാൾ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ആയിരിക്കും ഇൻകം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു സ്മാർട്ട് കോൺട്രാക്ട് എഴുതി വെച്ച് കഴിഞ്ഞു. ഒരു ഫോർമുല അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ബ്ലോക്ക് ചെയിനകത്തേക്ക്. എന്ന് വെച്ചാൽ എന്താണ്, നാളെ ഇതിനെ ഡെവലപ്പ് ചെയ്ത ആൾക്ക് പോലും അതിനെ മാറ്റാൻ പറ്റില്ല. ഈ സ്മാർട്ട് കോൺട്രാക്ടിനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ആർക്കും അതിനെ പറ്റിയിട്ട് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. സോ ഇതിപ്പോ പുതിയ കോൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് ടൈം വരുന്നവർക്ക് ഇതൊക്കെ പുതിയ ഒരു കോൺസെപ്റ്റ് ആണ്. ABCD അറിയാത്തവരായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ഒന്നും പ്രശ്നമില്ല. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ അടുത്ത് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലിയർ ആവും. സോ ഒന്ന്, ക്രിപ്റ്റോ കറൻസിയിലാണ് ഇത് റൺ ചെയ്യുന്നത്. 2, ഇതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്, ലേറ്റസ്റ്റ് ടെക്നോളജി. നമ്പർ 3, ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റ് ആണ്. തലയുടെ മുകളിൽ ആരും പിടിച്ചു വെക്കാനില്ല, കൺട്രോൾ ആരും ഇല്ല. ആൻഡ് 4, ഇതൊരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. എന്ന് വെച്ചാൽ ഇതൊരു ഫോർമുല ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു, ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിപ്പോ ആർക്കും മാറ്റാൻ പറ്റില്ല. സോ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. റൈറ്റ്. സോ ഓക്കെ, ഇനിയിപ്പോ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. വാട്ട് ഈസ് കോയിൻ ഫോർജ്, വൈ കോയിൻ ഫോർജ്, എന്തിനാണ് കോയിൻ ഫോർജ് എന്ന് വെച്ചാൽ എന്താണ്, കോയിൻ ഫോർജ് എന്തിനാണ്? ഈ 2 കാര്യങ്ങൾ ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന്, ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്, അതിനെപ്പറ്റി ഓൾറെഡി പറഞ്ഞു. 2, ഇത് ഒരു പാസീവ് ഇൻകം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്ന് വെച്ചാൽ ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തിട്ട് കിട്ടുന്ന ഇൻകം. ഞാൻ ജോലി ചെയ്തിട്ടില്ലെങ്കിലും എനിക്കൊരു കുറച്ച് ഇൻകം കിട്ടും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമല്ലേ? സോ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. റൈറ്റ്. ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം രണ്ടും കിട്ടും. പിന്നെ ഇതൊരു ഗ്ലോബൽ ആക്സസിബിൾ പ്രോജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു ഫോണും വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. അവിടെ എവിടെയെങ്കിലും ഒരു പാലക്കാടുള്ള ഒരു ടൗണിന്റെ അകത്ത് ഇരുന്നിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും ഈ ബിസിനസ്സിനെ ചെയ്യാം. അത് അമേരിക്കയിൽ ചെയ്യാം, കാനഡയിൽ ചെയ്യാം, ദുബായിൽ ചെയ്യാം, അടുത്തുള്ള തൃശ്ശൂരിലും ചെയ്യാം. റൈറ്റ്. എവിടെ വേണമെങ്കിലും നിങ്ങളുടെ ഒരു മൊബൈൽ ഫോണിൽ വെച്ചിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. വൈ കോയിൻ ഫോർജ്, എന്തിനാണ് ഈ കോയിൻ ഫോർജ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ഇതൊരു ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ റൺ ചെയ്യുന്ന ഒരു വിഷയമാണ് ബ്ലോക്ക് ചെയിൻ. ഇപ്പൊ നമ്മൾ കയറിയാൽ അതിന്റെ ഗുണങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. രണ്ടാമത്, എല്ലാം ഓട്ടോമേറ്റഡ് ആണ്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം അതാ സിസ്റ്റം ചെയ്തോളൂ. റൈറ്റ്. ആൻഡ് മൂന്നാമത്, ഇതിലൊരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് തീരെ ഇല്ല. മൂന്നാമത്തെ ഒരു മനുഷ്യന് ഇവിടെ ജോലിയില്ല, 2 പേരുടെ മാത്രമുള്ള കണക്ഷൻ ആണ്. റൈറ്റ്. സോ വാട്ട് ഇസ് കോയിൻ ഫോർജ് മനസ്സിലാക്കി, ഒരുവിധം വൈ കോയിൻ ഫോർജും മനസ്സിലാക്കി. റൈറ്റ്. നെക്സ്റ്റ് എന്താണ്, നമ്മുടെ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ കുറെ സേലിയന്റ് ഫീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. നമ്മൾ റൺ ചെയ്യണ ബ്ലോക്ക് ചെയിൻ പോളിഗൺ എന്നാണ് അതിന്റെ പേര്. ലോകത്തിന്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പോളിഗൺ ആണ്, ബ്ലോക്ക് ചെയിന്റെ പേരാണ് പോളിഗൺ. സോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോയിൻ ഫോർജിൽ. രണ്ടാമത്, നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോന്റെ പേര് USDT ആണ്. US ഡോളറിന്റെ ക്രിപ്റ്റോ ഫോർമാറ്റ്. US ഡോളർ എല്ലാവർക്കും അറിയാം അല്ലെ? ആ ഡോളറിന്റെ ഡിജിറ്റൽ ഫോർമാറ്റിന്റെ പേരാണ് USDT. നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ്. മൂന്നാമത്, ഇതൊരു ഇൻസ്റ്റന്റ് പേ ഔട്ട് ആണ്. ഞാനൊക്കെ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ മാസത്തിൽ ഒരിക്കലായിരുന്നു ഇൻകം വരിക. അതായത് നമ്മൾ മാസം ഫുള്ളായിട്ട് വർക്ക് ചെയ്തതിന്റെ സാലറി എന്നുള്ള രീതിയിൽ നമുക്ക് മാസം ഒരിക്കൽ ആ ഒരു എമൗണ്ട് തരും. 2 ആഴ്ചയിൽ കിട്ടുന്ന കമ്പനീസും ഉണ്ട്, ആഴ്ചക്ക് തരുന്ന കമ്പനീസും ഉണ്ട്, ഡെയിലി തരുന്ന ആൾക്കാരുണ്ട്.
പക്ഷെ കോയിൻ ഫോർജില് അടുത്ത സെക്കൻഡ് എന്ന് വെച്ചാല് എന്റെ താഴെ ആരെങ്കിലും വന്നാല് ആ മൂപ്പരുടെ ഇത്ര കമ്മീഷൻ കിട്ടും എന്നുള്ളത് ഒരു സെക്കൻഡിൽ എന്റെ വാലറ്റിലേക്ക് വരും. സോ നമ്മൾക്ക് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സെക്കൻഡിലാണ് നമ്മുടെ ഇൻകം ഫ്ലോ വരുന്നത്. പിന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു ഗ്ലോബൽ ആക്സസ്, ലോകത്ത് എവിടെ വേണമെങ്കിലും ചെയ്യാം. 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. പാസീവ് ഇൻകം ഉണ്ട് എന്ന് വെച്ചാൽ ജോലി ചെയ്തിട്ടില്ലെങ്കിലും കിട്ടുന്ന ഒരു വിഷയമുണ്ട് ഇതില്. വളരെ സെക്യൂർ ആണ്, വളരെ ട്രാൻസ്പെറന്റ് ആണ്, വളരെ ക്ലിയർ ആണ്. ബ്ലോക്ക് ചെയിൻ കാരണം സെക്യൂരിറ്റി 100% ആണ്. ആർക്കും നിങ്ങളെ ചീറ്റ് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ പറ്റില്ല. ആൻഡ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ജാനുവരി 2026 മുതൽ നിങ്ങൾ ഒരു സർട്ടൻ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്താൽ റോയൽറ്റി ഇൻകം എന്നുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും. റോയൽറ്റി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ആ ഒരു ചെറിയ ക്രൈറ്റീരിയക്ക് ഒരു ഇൻസെന്റീവ് ആയിട്ട് മാസാമാസം എല്ലാ 1-ാം തീയതി നിങ്ങൾക്ക് ഒരു അമൗണ്ട് വീട് തേടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിനെ തേടി വരും. റൈറ്റ്? ഓക്കെ. നെക്സ്റ്റ്, ഇതിന്റെ റോഡ് മാപ്പ് ക്വിക്ക് ആയിട്ട് റൺ ചെയ്യാം. നമ്മൾ മാർച്ച് 13-ാം തീയതി 2025 നമ്മുടെ കോയിൻ ഫോർജ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നമ്മുടെ ഇനീഷ്യൽ സ്മാർട്ട് കോൺട്രാക്ട് 9 സ്മാർട്ട് കോൺട്രാക്ട് ആണ് വരുന്നെന്ന് പറഞ്ഞത്. അതിൽ 6 എണ്ണം ലോഞ്ച് ചെയ്തു അവർ. ഇപ്പോ ഈ മന്ത് എൻഡ് ആവുമ്പോഴേക്കും നമ്മുടെ പ്രീമിയം സ്മാർട്ട് കോൺട്രാക്ട് വരുന്നുണ്ട്. നമുക്ക് ഒരു നല്ല ന്യൂസ് കിട്ടിയിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് അവർ വരുത്താൻ പോണെന്നാണ് കേട്ടത്. പിന്നെ നമ്മൾക്ക് മൈനിങ് തുടങ്ങുകയാണ്. അതായത് നമ്മൾ തന്നെ നമ്മുടെ ക്രിപ്റ്റോനെ മാനുഫാക്ചർ ചെയ്യാൻ പോവാണ്. നമുക്കതൊരു വളരെ വലിയൊരു കാര്യമായിരിക്കും. നാളത്തെ ഒരു ബിറ്റ്കോയിനായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് നമ്മുടെ വർക്ക് പ്രകാരം. പിന്നെ നമുക്ക് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വിഷയമാണ്. നമ്മുടെ പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് ഈ കോയിൻസ് നമ്മൾക്ക് തന്നെ ഫ്രീ ആയിട്ട് തരും അവര്. പിന്നെ ഒരു കോയിൻ ലിസ്റ്റിംഗ് എന്നുള്ള ഒരു സംഭവം നടക്കും. കോയിന് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കാര്യം, പിന്നെ അതിനെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. ഈ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ മാറി. സോ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കുറച്ചായിട്ട് അവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് കുറെ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് വാല്യൂ. റോയൽറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ജാനുവരി 2026 മുതൽ തുടങ്ങുകയാണ്. മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഒരു വിഷയം ഉണ്ടാവും. നമുക്ക് ചില കാര്യങ്ങളൊക്കെ അവിടെ ആ സമയം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. നല്ലൊരു സ്ഥലമാണ്. അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിനെ വിൽക്കാം, വാങ്ങാം. കുറെ നല്ല കാര്യങ്ങളുണ്ട്. ഫൈനലി ഇതിൽ ഗെയിമിങ്ങും വരേണ്ടത് അറിഞ്ഞത്. എത്രയോ പേര് ചുമ്മാ ഇരുന്നിട്ട് മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ ഗെയിം കളിച്ചാൽ നമുക്ക് അതിൽ കുറച്ച് ഇൻകമും കിട്ടും എന്നുള്ള ഒരു കാര്യം. റൈറ്റ്? സോ ഇത്രയുമാണ് റോഡ് മാപ്പ് കമ്പനിയുടെ. റൈറ്റ്? ഇനിയിപ്പോ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഇസ് പടത്തിന്റെ ഒരു നല്ല ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഇത്. റൈറ്റ്? കോയിൻ ഫോർജിന്റെ ഫസ്റ്റ് പ്രോഗ്രാമിന്റെ പേരാണ് ഫോർജ് റേസ്. റൈറ്റ്? ഫോർജ് റേസ്. ഈ ഫോർജ് റേസിൽ എന്താണെന്ന് വെച്ചാൽ 2 വിധമായിട്ടുള്ള ഇൻകം കിട്ടും. 2 വിധമായ ഇൻകം കിട്ടും. അത് ഒന്ന് 5 ജെൻ ഇൻകം ആണ്, രണ്ടാമത്തെ ഗ്ലോബൽ ഷെയർ എന്നുള്ള ഒരു ഇൻകം ആണ്. 5 ജെന്നെ വേണമെങ്കിൽ 5 ലെവൽ ഇൻകം എന്നും പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ രാമു എന്നുള്ള ഒരാളെ കൊണ്ടുവരണമെങ്കിൽ രാമു എന്റെ എ ആണ്, ദാറ്റ് ഇസ് എന്റെ ഫസ്റ്റ് ലെവലാണ്. രാമു ഷബീർ എന്നുള്ള ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ മൂപ്പര് എന്റെ സെക്കൻഡ് ലെവലാണ്. ഷബീർ അമീൻ എന്ന ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ എന്റെ അത് 3rd ലെവലാണ്. അങ്ങനെ 5 ലെവലിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടും എന്നുള്ളതാണ് ഇതിൽ ഒരു നല്ല കാര്യം, ഈ 5 ലെവൽ ഇൻകമിൽ. അതേമാതിരി ഗ്ലോബൽ ഷെയർ എന്നുള്ളത് പാസീവ് ഇൻകം ആണ്. അതായത് ഞാൻ ജോലി ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് കുറച്ച് എമൗണ്ട് കിട്ടുന്ന ഒരു വിഷയമാണ് ഈ ഗ്ലോബൽ ഷെയർ. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. സോ ഈ 5 ജെൻ ഇൻകമിൽ എങ്ങനെയാണ് അതിന്റെ സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ ആരെയാണോ ഈ ബിസിനസ്സിൽ ചേർക്കുന്നത് അവര് എത്രയാണോ സ്മാർട്ട് കോൺട്രാക്ട് വാങ്ങുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു $500 അവര് സ്മാർട്ട് കോൺട്രാക്ട് വാങ്ങണമെങ്കിൽ അതിന്റെ 40% നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻകം ആയിട്ട് വരും. മാത്രമല്ല ആ പുള്ളി നിങ്ങളുടെ ഫസ്റ്റ് ലെവലായിട്ട് മാറും. ആ ഫസ്റ്റ് ലെവലിന് ഒരു 8% വേറെയും കിട്ടും. എന്ന് വെച്ചാൽ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ചേരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 48%. എന്റെ അറിവില് ഈ 25 കൊല്ലത്തില് ഒരാളെ ഒരു നെറ്റ്വർക്ക് ബിസിനസ്സിൽ ചേർത്തിട്ട് 48% കിട്ടുന്ന ഞാൻ ആ ഹിസ്റ്ററിയിൽ തന്നെ കണ്ടിട്ടില്ല. ചുരുക്കം പറയുകയാണെങ്കിൽ ഞാൻ 2 പേരെ കൊണ്ടുവന്നാൽ എന്റെ 96% എന്റെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കെടുക്കാം. റൈറ്റ്? നമ്മുടെ തമിഴിൽ പറയും പോട്ടക്കാസ് എപ്പ കടിക്കുമോ. എങ്ങനെ പോട്ടക്കാസ് എപ്പോ കടയ്ക്കുമോ ചോദിച്ചാല് 2 പേരെ പോടുങ്ങ ഉടനെ കടയ്ക്കുമോ, അതാണ് നമ്മൾ പറയാറ്. ബട്ട് 2 പേരെ പോയിട്ടിട്ട് കാശ് എടുക്കാൻ വേണ്ടി അല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇതിനെക്കാട്ടിലൊക്കെ എത്രയോ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. സോ 40% അവിടെ കിട്ടും. 8% ഇൻറ്റു 5 ലെവൽ. സോ 8 ഇൻറ്റു 5 എന്ന് പറയുന്നത് 40. അവിടെ ഒരു 40% കിട്ടും. അതല്ലാതെ ഒരു 20% ഉള്ളത്
റോയൽറ്റിക്ക് വേണ്ടിയിട്ടും പ്രോഡക്റ്റ് ഫണ്ടിനും വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ട് പറഞ്ഞ മാതിരി അടുത്ത കൊല്ലം മുതൽ നിങ്ങൾക്ക് റോയൽറ്റി ആയിട്ടും കിട്ടാൻ ഒരു amount-ആണ് മാറ്റി വെക്കുന്നത്. സോ 100% നമ്മുടെ ഇതിനകത്ത് തന്നെയാണ് അത് ഡിസ്ട്രിബ്യൂഷൻ നടക്കാൻ പോകുന്നത്. പിന്നെ വരുന്നതാണ് ഗ്ലോബൽ ഷെയർ. ഗ്ലോബൽ ഷെയർ എന്താ വെച്ചാൽ അവിടെയും നിങ്ങൾ ആരെയാണോ എത്ര ഡോളറിനാണോ കൊണ്ടുവരുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 40% ഉടനെ നിങ്ങൾക്ക് കിട്ടും. അതല്ലാതെ ഒരു 40% എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്ലോബൽ പൂൾ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് മുമ്പ് ആരൊക്കെയാണോ കോയിൻ ഫോർജിൽ ചേർത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു 1000 പേര് ഗ്ലോബൽ കോയിൻ ഫോർജിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ 40% എല്ലാവർക്കും കൂടിയിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ പോകും. അത് കഴിഞ്ഞിട്ട് നിങ്ങളും ആ ഗ്ലോബൽ പൂളിൽ അല്ലെങ്കിൽ ആ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളും ഒരാളായിട്ട് മാറും. അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എവിടെയോ ലോകത്ത് ഒരാൾ ചേർന്നെങ്കിൽ അയാളുടെ 40%-ന്റെ ഒരു ചെറിയ ഭാഗം നമുക്കും കിട്ടും, ഒരു ചെറിയ വീതി നമുക്കും കിട്ടും. സോ ഇതാണ് പാസീവ് ഇൻകം. ദാറ്റ് ഈസ് ആരോ ചെയ്ത ജോലിക്ക് എനിക്ക് കുറച്ച് എമൗണ്ട് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷയം ഈ പറഞ്ഞ ഗ്ലോബൽ ഷെയറിൽ. ക്ലിയർ? സോ 5Gen എന്താണെന്നും ഗ്ലോബൽ ഷെയർ എന്താണെന്നും ഇൻകം എങ്ങനെ കിട്ടുക എന്നുള്ളത് പറഞ്ഞു. പക്ഷെ നമ്മൾ എങ്ങനെയാണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം എന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ 5Gen എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് 5 ലെവൽ ഇൻകം എന്നാണ് അല്ലെ. ആ 5 ലെവൽ എങ്ങനെയാണ് വരിക നോക്കൂ. ഈ പറഞ്ഞ നമ്പർ ഓഫ് ലെവൽസ് ഇപ്പൊ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 6 ലെവൽസ് ആണ്, 6 സ്മാർട്ട് കോൺട്രാക്ട് ആണ്. 7, 8, 9 വന്നിട്ടില്ല. അത് ഇനി ഒരു 15 ദിവസത്തിൽ വരും എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ബട്ട് തൽക്കാലം നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാം. 5Gen ഇൻകം ഏതൊക്കെ സ്മാർട്ട് കോൺട്രാക്ട് ആണോ വരുന്നത് വെച്ചാൽ ആദ്യത്തത്, രണ്ടാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, 1, 2, 4, 5 ഇതില് നമുക്ക് ഈ പറഞ്ഞ 5Gen ഇൻകം കിട്ടും. മൂന്നാമത്തെയും ആറാമത്തെയും ലെവൽ നമ്മൾ വാങ്ങുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗ്ലോബൽ ഷെയറും കിട്ടും. പക്ഷെ ഈ 6 എണ്ണത്തിലും ഈ ഡയറക്റ്റ് ഇൻകം ഓഫ് 40%, 40% എന്നുള്ളത് എല്ലാവർക്കും കിട്ടും. 5Gen ആണെങ്കിൽ 5 ലെവൽ 8%, ഗ്ലോബൽ ഷെയർ ആണെങ്കിൽ നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ അത് നമ്മൾ പറഞ്ഞ മാതിരി. ഓക്കെ, സോ ഇപ്പൊ എങ്ങനെയാണ് ഈ 5Gen ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് നോക്കാം. ഇത് കാണുന്നത് മേളില് നിങ്ങൾ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നതാണ് നിങ്ങൾ, റൈറ്റ്? നിങ്ങൾക്ക് എത്ര പേരെ ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവരാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ 5 പേരെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, വെറും 5 പേര്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കാം, എന്റെ 6ാമത്തെ ഒരാൾ വരികയാണെങ്കിലോ, എന്റെ 7ാമത്തെ ആൾ വരികയാണെങ്കിലോ 5 പേരെ മാത്രമാണോ ഞാൻ കൊണ്ടുവരേണ്ടത്? അല്ല. ഹലോ, ഓക്കെ, 5 പേരെ മാത്രമേ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഫസ്റ്റ് ലെവലിൽ. ഇപ്പൊ ഒരുപക്ഷെ 6ാമത്തെ ഒരാൾ വരികയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല് അയാൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ 2ാമത്തെ ലെവലിൽ പോയിട്ട് പ്ലേസ് ആവും. എങ്ങനെയാ പോയി പ്ലേസ് ആവുക? എവിടെയാണോ വീക്ക്, ഇതിലിപ്പോ ABCDE 5 പേരെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ താഴെ ആരാണോ വീക്ക് ആയിട്ടുള്ളത് അയാളുടെ അടുത്ത് പോയിട്ട് അത് പ്ലേസ് ആവും. അത് അടുത്ത സ്ലൈഡിൽ ഞാൻ എങ്ങനെയാണ് അത് നടക്കുന്നത് കാണിക്കാം. 2ാമത്തെ ലെവലില് 5 × 5 25 പേരായിരിക്കും. 3ാമത്തെ ലെവൽ ആവുമ്പോഴേക്കും നിങ്ങളുടെ താഴെ 125 പേര് വന്നിട്ടുണ്ടാവും. പിന്നെ 625 ആൻഡ് മൊത്തം 3125 ആണ് 5ാമത്തെ ലെവലില്. മൊത്തം നോക്കുകയാണെങ്കിൽ 3905 പേരുടെ നിന്ന് എനിക്ക് 8% എവിടെ ബിസിനസ് നടന്നാലും കിട്ടുന്നതാണ് ഇതിന്റെ ബ്യൂട്ടി. അതാണ് ഈ പറയുന്ന 5 ലെവൽ ഇൻകം അല്ലെങ്കിൽ 5Gen ഇൻകം. എന്റെ താഴെ ആര് എവിടെ ജോലി ചെയ്ത് ഞാൻ കൊണ്ടുവരണം എന്ന് ആവശ്യമില്ല. എന്റെ താഴെ ആര് വന്നാലും എനിക്ക് 8% എക്സ്ട്രാ കിട്ടും എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. മാത്രമല്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആരെ കൊണ്ടുവരണോ, അയാൾ ഫസ്റ്റ് ലെവൽ ആവാം, സെക്കൻഡ് ലെവൽ ആവാം, 5ാമത്തെ ലെവലിലോ ആവാം, എനിക്ക് ആ 40% ഇമ്മീഡിയറ്റ് ആയിട്ട് എന്റെ ഡയറക്റ്റ് കമ്മീഷൻ കിട്ടും, അല്ലാതെ ഒരു 8% വരെ. ക്ലിയർ? ഓക്കെ, ഇപ്പോ എങ്ങനെയാണ് ഈ പ്ലേസ്മെന്റ് നടക്കുക അതൊന്ന് നോക്കാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ 5 പേരെ കൊണ്ടുവന്നു. ഓക്കെ, ABCDE സ്ക്രീനിൽ കാണുമെന്ന് വിചാരിക്കണം. A എന്നുള്ള വ്യക്തി മൂപ്പറായിട്ട് തന്നെ ഒരു 2 പേരെ കൊണ്ടുവന്നു, നിങ്ങളല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, B ഒരു 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, C ഒരു 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, D എന്നുള്ള ഒരു വ്യക്തി ഒരേ ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളൂ, ആൻഡ് E എന്നുള്ള ഒരു വ്യക്തി 3 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ സ്ക്രീൻ ഇതൊരു അനിമേറ്റഡ് സ്ക്രീനാണ്. അടുത്തത് എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഇപ്പോ ഞാൻ എന്റെ 6ാമത്തെ ആളെ കൊണ്ടുവരികയാണ്. മേളില് ആ ഒരു മഞ്ഞ കളറിൽ വന്നിരിക്കുന്നതാണ് എന്റെ 6ാമത്തെ ആള്. ഇത് ഞാൻ പറഞ്ഞത് എവിടെയാണോ വീക്ക് അവിടെ പോയിട്ട് പ്ലേസ് ആവും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 5 ഫസ്റ്റ് ലെവൽ ഓൾറെഡി ഫില്ലായി കഴിഞ്ഞു നിങ്ങളുടെ. ഇതിപ്പോ അടുത്ത ലെവൽ 2ാമത്തേലേക്ക് പോകേണ്ടതാണ് അല്ലെ. എവിടെയാ പോവാ? എല്ലാവരുടെ മൈൻഡിലും ആ കറക്റ്റ് ആൻസർ ഉണ്ടെന്ന് എനിക്കറിയാം. ശരിയാണ്, അത് നേരെ D2ലേക്ക് പോയി വീഴും. D2ലേക്ക്, റൈറ്റ്?
ഇപ്പൊ എന്താ സംഭവിക്കണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ 40% കിട്ടും. അതല്ലാതെ നിങ്ങളുടെ സെക്കൻഡ് ലെവൽ ആയ സ്ഥിതിക്ക് അതിന് ഒരു 8% നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇതിലൊരു ബ്യൂട്ടി നടക്കുന്നുണ്ട്. എന്താണ്? ഡി എന്നുള്ള വ്യക്തിക്ക് അവിടെ ഒരാൾ വന്ന് ചേർന്നതുകൊണ്ട് മൂപ്പരുടെ അത് ഫസ്റ്റ് ലെവലായി മാറും. മാത്രമല്ല മൂപ്പർക്ക് 8% പുള്ളിക്കും കിട്ടും. അതൊരു നല്ല കാര്യമല്ലേ? നമ്മൾക്ക് നമ്മുടെ ജോലിക്കുള്ളത് എന്തായാലും ഫുള്ളായിട്ടുള്ള ഇൻകം കിട്ടുമെന്ന് മാത്രമല്ല, നമ്മൾക്ക് മറ്റുള്ളവരെയും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. കുറച്ച് വീക്കായി അയാൾ അല്ലെങ്കിൽ നാട്ടിൽ പോയി, അല്ലെങ്കിൽ അയാൾ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല എന്നൊക്കെ പറയണമെങ്കിൽ വീക്ക് ആരാണോ അവിടെ പോയിട്ട് ഈ പേയ്മെന്റ് അവിടെ പോയി പുള്ളിക്ക് കിട്ടും. കുറച്ച് കുറച്ചായിട്ട് അതിലും ഡെവലപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ D2 എന്നുള്ള വ്യക്തി എത്ര ബിസിനസ് ചെയ്താലും അത് ഡീന് കിട്ടും എന്നാണ് അതിന്റെ ഒരു ബ്യൂട്ടി. 5 ലെവൽ വരെ, റൈറ്റ്? ഓക്കെ. ഇപ്പൊ അടുത്ത ഒരാൾ വരുന്നു, 7ാമത്തെ ഒരാൾ വരുന്നു. എവിടെയാ പോയി വീഴുക? ഇതിൽ വീക്ക് എന്നുള്ളത് കാണാൻ ഇപ്പൊ 4 2ഉം 5ാമത്തേല് 3ഉമാണ്. അപ്പൊ വീക്ക് എന്ന് പറയാനില്ല. പക്ഷേ സീനിയോറിറ്റി നോക്കും. അത് ആരാണ് ആദ്യം നിങ്ങളുടെ കൂടെ ചേർന്നത്? എ എന്നുള്ള വ്യക്തിയാണ്, അല്ലെ? അപ്പൊ എയുടെ താഴെ പോയിട്ട് A3 പോയി വീഴും. അടുത്തത് ബി വരുമ്പോ B3, സി വരുമ്പോ C3. ഇങ്ങനെ ഒരു ക്ലിയർ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ പ്ലേസ്മെന്റ് എന്നുള്ളത്. ഇപ്പൊ എല്ലാവർക്കും 3 ഇനിയിപ്പോ അടുത്ത ഒരാൾ വരികയാണ്. എവിടെ പോവാ? അത് നേരെ പോയിട്ട് A4 സീനിയോറിറ്റി വീണ്ടും നോക്കും. അതേമാതിരി ബിന്റെ 4ലേക്ക് പോകും, സിന്റെ 4ലേക്ക് പോകും. അങ്ങനെ ഈ പ്ലേസ്മെന്റ് പ്രയോറിറ്റി പൊസിഷനിങ് എന്നുള്ളത് ഇങ്ങനെയാണ് നടക്കുക. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ 5 Gen ഇൻകം എങ്ങനെയാണ് വരിക എന്ന് മനസ്സിലായി. ഇനിയിപ്പോ നമുക്ക് നോക്കേണ്ടത് ഗ്ലോബൽ ഷെയർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക എന്ന്, അല്ലെ? 3ാമത്തതും 6ാമത്തതും ഇപ്പൊ ലോഞ്ച് ആയിട്ടുണ്ട്. അതിന്റെ ഗ്ലോബൽ ഷെയർ എങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. 3ാമത്തെ റേറ്റ് $150 ആണ്. 6ാമത്തെ റേറ്റ് $300. ഇതിന്റെ 40% നിങ്ങളുടെ മേളിലുള്ള ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവാൻ പോകുന്നത്. അതെങ്ങനെ നടക്കുക എന്ന് നോക്കാം. ഇപ്പൊ 3ാമത്തെ ലെവൽ നിങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം 1ാമത്തത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവണം, പിന്നെ 2ാമത്തത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവണം, ആൻഡ് ഫൈനലി 3ാമത്തത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? ഈ $150 40% എന്ന് വെച്ചാല് $60 നിങ്ങൾക്ക് മുൻപ് ആരൊക്കെയാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ കോയിൻ ഫോർജില്, അവർക്ക് എല്ലാവർക്കും പോയിട്ട് ഈ $60 പോയി ഡിസ്ട്രിബ്യൂട്ട് ആവും. കുറേശ്ശെ ആയിട്ട്, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളും ആ കമ്മ്യൂണിറ്റിയിൽ ഒരാളായിട്ട് മാറും. ഇപ്പോ ഞാൻ പറഞ്ഞ മാതിരി ഒരു 2 3 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരാൾ കോയിൻ ഫോർജിൽ ലോകത്ത് എവിടെയോ ജോയിൻ ചെയ്യണമെങ്കിലും അവരുടെ ഒരു ചെറിയ ഒരു വീതം നിങ്ങൾക്കും ആ ഗ്ലോബൽ ഷെയർ എന്നുള്ള പേരിൽ കിട്ടും. ഇതിന്റെ പേരാണ് പാസീവ് ഇൻകം, മൈ ഫ്രണ്ട്സ്. പാസീവ് ഇൻകം, റൈറ്റ്? ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് 6ാമത്തത് കിട്ടണമെങ്കിൽ ഞാൻ 4ാമത്തത് വാങ്ങിയിരിക്കണം, 5ാമത്തതും വാങ്ങിയിരിക്കണം. 6ാമത്തത് വാങ്ങുമ്പോൾ അതിന്റെ 40% എന്ന് വെച്ചാൽ $120 ഗ്ലോബൽ പൂളിലേക്ക് പോകും. നിങ്ങളും അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരാളായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ആര് ചേർക്കണോ, ആര് 6ാമത്തെ കോൺട്രാക്ട് വാങ്ങുന്നോ, ലോകത്ത് എവിടെ വാങ്ങുന്നോ, നിങ്ങൾക്ക് അതിന്റെ ഒരു ഷെയർ കിട്ടും എന്നാണ് അതിന്റെ ബ്യൂട്ടി, റൈറ്റ്? സോ 5 Gen ഒരു വേറെ വിധമായ ഇൻകം ആണ്, ഗ്ലോബൽ ഷെയർ ഒരു വേറെ വിധമായ ഇൻകം, റൈറ്റ്? ഓക്കെ. ഇപ്പൊ ഇതിൽ ഞാൻ റോയൽറ്റി കിട്ടും എന്ന് പറഞ്ഞു, അല്ലെ? റോയൽറ്റി എന്താണ്? ഒരു ക്രൈറ്റീരിയ മെയിൻറ്റെയിൻ ചെയ്യണം. അതെന്താണെന്നുള്ള അടുത്ത സ്ലൈഡിൽ കാണിക്കാം. പിന്നെ ഇതിൽ എത്ര ഡോളർ നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളോ വരുന്നോ 1:1 റേഷ്യോയിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു $1000 ഇതിലേക്ക് വരുന്ന വെച്ചാൽ 1000 എനർജി ടോക്കൺ നിങ്ങൾക്ക് കിട്ടും. ഈ എനർജി ടോക്കൺ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. നാളെ വരുന്ന ടോക്കൺസിന് അതായത് ക്രിപ്റ്റോന് അത് യൂസ്ഫുൾ ആയിരിക്കും. നാളെ വരുന്ന എയർ ഡ്രോപ്പിന് യൂസ്ഫുൾ ആയിരിക്കാം. നാളെ വരുന്ന റോയൽറ്റിക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാം തന്നെ ഇത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വിഷയമാണ് ഈ എനർജി ടോക്കൺ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്ന് ചോദിക്കുകയാണെങ്കിൽ എനർജി ടോക്കൺ ആണ് നമ്മുടെ പ്രോഡക്റ്റ്. എല്ലാവരും അതിനെ ശേഖരിക്കാൻ നോക്കുകയാണ്. എന്താ വെച്ചാൽ ഞാൻ വാങ്ങുമ്പോൾ എനിക്ക് 1:1 റേഷ്യോയിൽ കിട്ടും. പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന ആള് എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന ആൾക്ക് 1:1 റേഷ്യോയിൽ പുള്ളിക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഒരു $1000 പുള്ളി വാങ്ങണമെങ്കിൽ $1000 പുള്ളിക്ക് ടോക്കൺ കിട്ടും. പക്ഷെ എനിക്ക് ആ പുള്ളിയുടെ 25% ടോക്കൺ എനിക്കും കിട്ടും. എന്ന് വെച്ചാൽ 250 ടോക്കൺ എനിക്ക് എക്സ്ട്രാ കിട്ടും. അത് ഒരാളുടെ നിന്ന്. അങ്ങനെ ഞാൻ 10 പേരെ കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ 250 × 10 2500 ടോക്കൺ എനിക്ക് കിട്ടും. സോ 1000 എന്റെ പ്ലസ് 2500 ഞാൻ കൊണ്ടുവന്ന ആൾക്കാരുടെ നിന്ന്. ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. എന്താ വെച്ചാൽ അതിന്റെ വാല്യൂ പിന്നീട് കൂടും എന്നുള്ള കാരണം, റൈറ്റ്? ഓക്കെ. ഈ റോയൽറ്റി എങ്ങനെ നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. റോയൽറ്റി ബേസിക്കലി
ഈ പറഞ്ഞ 9 സ്മാർട്ട് കോൺട്രാക്ട് എന്നാണോ നിങ്ങൾ വാങ്ങുന്നത്, നിങ്ങൾ റോയൽറ്റിക്ക് എലിജിബിൾ ആയി എന്നാണ് അതിന്റെ അർത്ഥം. റോയൽറ്റിക്ക് നിങ്ങൾ എലിജിബിൾ ആയി എന്ന അർത്ഥം. പക്ഷെ നിങ്ങൾക്ക് അമൗണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു പൈനിയർ എന്നുള്ള ഒരു ലെവലിലേക്ക് വരണം. പൈനിയർ, റൈറ്റ്? അപ്പൊ എന്താണ് ഈ പൈനിയർ? നിങ്ങൾ കൊണ്ടുവന്ന എത്രയോ പേരില്, നിങ്ങൾ 10 പേരെ കൊണ്ടുവന്നിരിക്കാം, 5 പേരെ കൊണ്ടുവന്നിരിക്കാം, അല്ലെങ്കിൽ 100 പേരെ കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതിൽ ഏതെങ്കിലും ഒരു 5 പേര് ഈ പറഞ്ഞ എല്ലാ 9 സ്മാർട്ട് കോൺട്രാക്റ്റും വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പൈനിയർ ആയിട്ട് മാറും. പൈനിയർ ആയിട്ട് ആവുമ്പോൾ എന്താണ് നടക്കുക? ഇപ്പൊ റോയൽറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പെർസെൻറ്റേജ് എല്ലാ പേ ഔട്ടിലും പിടിച്ചു വെക്കണ്ടല്ലോ, അതൊക്കെ റിലീസ് ചെയ്യാൻ വരുന്ന സമയമാണ് ഈ പറഞ്ഞ റോയൽറ്റി ഡിസ്ട്രിബ്യൂഷൻ ടൈം. സോ അതിന്റെ പൈനിയർക്ക് വേണ്ടിയിട്ട് ഒരു 20% മാറ്റി വെച്ചിട്ട് ആരൊക്കെയാണോ പൈനിയർ അവരെല്ലാവർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് പോകും. അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും, റൈറ്റ്? പിന്നെ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് വരണമെങ്കിൽ, നിങ്ങൾ ഒരു വിഷണറി ആവണമെങ്കിൽ, നിങ്ങളുടെ താഴെ വന്ന ആ 5 പേര് പൈനിയർ എന്നുള്ള ഒരു ലെവൽ ആയാൽ നിങ്ങൾ ഒരു വിഷണറി ആയി മാറും. ആ വിഷണറിക്ക് 30% ഈ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുക, അമൗണ്ട് കിട്ടുക. മാസാമാസം നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് അച്ചീവ് ചെയ്താൽ മതി, നിങ്ങൾക്ക് മാസാമാസം റോയൽറ്റി വന്നുകൊണ്ടേയിരിക്കും, റൈറ്റ്? ആൻഡ് ഫൈനലി ട്രെയിൽ ബ്ലേസർ, അതാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വിഷയം. 50% കിട്ടുന്ന ഒരു വിഷയമാണത്. അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ 5 പേര് വിഷണറി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ട്രെയിൽ ബ്ലേസർ ആയിട്ട് മാറും. ക്ലിയർ? സോ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് ഇത്. റോയൽറ്റി കിട്ടാൻ നമ്മൾ 50 സ്മാർട്ട് കോൺട്രാക്ട് വാങ്ങുക, മിണ്ടാണ്ടിരിക്കുക. നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് തന്നെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു വിഷയമാണ് ഇത്. ഓക്കെ, സോ ഫൈനലായിട്ട് ഇതിന്റെ ഒരു ലാസ്റ്റ് സ്ലൈഡാണ് ഈ പ്രസന്റേഷനെ സംബന്ധിച്ചോളം. സോ ഞാൻ എടുത്തിരിക്കുന്ന ടൈം ഒരു പക്ഷേ അത്ര തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. 9:10 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. സോ ഇത് അവിടെ കാണിക്കുകയാണ്. നിങ്ങൾ ഒരു ബിസിനസ് എൻട്രി ചെയ്തു, കോയിൻഫോർജിൽ എൻട്രി ചെയ്തു, ഒരു 3 ലെവൽ മാത്രം മതി, എനിക്കിപ്പോൾ 6 എണ്ണം വേണ്ട എന്ന് വെച്ചിട്ട് വരികയാണെങ്കിൽ 94 ഉറുപ്പിയാണ് ഇപ്പോഴത്തെ റേറ്റ്. പക്ഷെ നമ്മൾ ഇതിൽ 90 എന്നാണ് വെച്ചിരിക്കുന്നത്. 90 × 300 എന്ന് പറയുമ്പോൾ 27,000 ഉറുപ്പ്യ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾ ഒരു 5 പേരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ, 5 ഡയറക്റ്റ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഡബിൾ അമൗണ്ട് ഉടനെ കിട്ടും. എന്ന് വെച്ചാൽ 54,000 ഉറുപ്പ്യ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. അതന്നെ നിങ്ങൾ ഒരു 5 മാട്രിക്സും ഫില്ലായാൽ, എന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ലേ 5, 25, 125 അങ്ങനെ ആ 5 മാട്രിക്സിനെയും നിങ്ങൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഇൻകം 42 ലക്ഷത്തിന് മേളിലാണ്, 42 lakhs. അതല്ലാതെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഗ്ലോബൽ ഷെയറിംഗ് കിട്ടും എന്നുള്ളതാണ് ഇതിലെ ബ്യൂട്ടി. ഇത് നിങ്ങൾ ഒരു 3 ലെവൽ വാങ്ങുകയാണെങ്കിൽ, ഇത് തന്നെ നിങ്ങൾ ഒരു 6 ലെവലാണ് വാങ്ങിയിരിക്കുന്നത് വെച്ചാൽ കുറെ ആൾക്കാർ ഇവിടെ 6 ലെവലിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ $1,050 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. $1,050 ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 5 പേരെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ഇൻകം 1,89,000 ഉറുപ്പ്യായിരുന്നു. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് 94, പക്ഷെ കിട്ടുന്നത് 1,89,000. ഇന്ന് ഏത് ബിസിനസ്സിലാണ് അല്ലെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെന്റിലാണ് മണി ഡബിൾ ആവുക ഇത്രയും സിമ്പിൾ ആയിട്ട്? 5 പേരെ കൊണ്ടുവരാൻ എനിക്ക് എത്ര സമയം വേണം? ഒരാഴ്ച, ഒരു മാസം, 6 മാസം, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നോക്കിക്കോളൂ. ഈ പറഞ്ഞ ഏത്, ഇന്നിപ്പോ FD ആവട്ടെ, ഗോൾഡ് ആവട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, എത്ര ചെയ്താലും വർഷത്തിൽ 7%, 10%, 15% ഒക്കെ ഉള്ളൂ. ഇവിടെ 100% ഗ്രോത്തിന് നമുക്ക് 5 പേരെ കൊണ്ടുവന്നാൽ മതി. ക്ലിയർ? ഇതന്നെ നമ്മുടെ 5 ലെവലും മാട്രിക്സ് ഫിൽ ആവുകയാണെങ്കിൽ 1,68,00,000 മേളിലാണ് നമ്മുടെ ഇൻകം. സോ ഫാബുലസ് ഇൻകം നമുക്കുണ്ട്. അൺലിമിറ്റഡ് ഗ്ലോബൽ ഷെയർ ഉണ്ട്. എത്ര പേര് ജോയിൻ ചെയ്യണോ എല്ലാവരുടെയും കുറേശ്ശെ ആയിട്ട് നമുക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. അടുത്തതിൽ ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇതിനും വന്നിട്ടില്ല. പക്ഷെ ഒരു ഇൻഡിക്കേഷൻ $450 ആയിരിക്കും ഇതിന്റെ മൊത്തം 9 കോൺട്രാക്ട് വാങ്ങണേന്ന്. അത് നിങ്ങളുടെ അതേ സിസ്റ്റം തന്നെയാണ്. 5 പേരെ കൊണ്ടുവന്നാൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് അത് ഡബിൾ ആവും. ആൻഡ് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്നുള്ളത് 5,90,00,000 ഇതിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ. ആൻഡ് അൺലിമിറ്റഡ് ഗ്ലോബൽ ഷെയർ, റൈറ്റ്? ഇതാണ് ഇൻകം സ്ട്രക്ചർ ഫ്രണ്ട്സ്. സോ ഇതോടുകൂടി നമ്മുടെ ഫോർമൽ ബിസിനസ് പ്രസന്റേഷൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഈ നമ്മളെല്ലാവരും ഉള്ളത് ഒന്ന് മനസ്സിലാക്കണം, എംപവർ എന്നുള്ള ഒരു ഓർഗനൈസേഷനിലാണ്. ഈ എംപവർ ഓർഗനൈസേഷനിൽ പല കോൺടെസ്റ്റും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു കോൺടെസ്റ്റിന്റെ ഒരു തായ്ലൻഡ് ട്രിപ്പിന്റെ അച്ചീവേഴ്സ് ആണ് ഇത്. കുറച്ച് പേര് ഫോട്ടോഗ്രാഫിൽ എയർപോർട്ടിലായതുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ ഉള്ളവരെ വെച്ച് നമ്മൾ എടുത്ത ഒരു ക്ലിക്കാണ് ഇത്. സോ ഇതൊരു ബ്യൂട്ടിഫുൾ ട്രിപ്പായിരുന്നു, 5 ദിവസം പോയിട്ട് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു റീസെന്റ് ആയിട്ടൊരു കോൺടെസ്റ്റ് വെച്ചിരുന്നു. അതിൽ ഗോൾഡ് കോയിനും പിന്നെ ക്രൂസും ഗോവ ട്രിപ്പും ഇതൊക്കെ വെച്ചിട്ട് ചെയ്തിരുന്നു.
അതിൽ 215 പേരാണ് അച്ചീവ് ചെയ്തത് വെറും 15 ദിവസത്തെ ഒരു കോൺടെസ്റ്റിൽ. വീണ്ടും നമ്മുടെ കോൺടെസ്റ്റിനെ അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്താണ് എന്ന് വെച്ചാൽ വെരി സിമ്പിൾ. 5 ക്രൈറ്റീരിയയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കോയിൻ ഫോർജ് ബിസിനസ്സിൽ ചേർന്നിട്ട് ഒരു $600 ബിസിനസ് നിങ്ങൾ ഒരാളെ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒരു ക്രൂസ് ട്രിപ്പ്, സൺസെറ്റ് ക്രൂസ്, വളരെ ഗംഭീരമായിട്ട് ഒരു ക്രൂസ് നമ്മളിപ്പോൾ പോയി വന്നതേ ഉള്ളൂ. 180 പേര് ഒരു സൺസെറ്റ് ക്രൂസിൽ പോയിട്ട് വന്നു. റൈറ്റ്. അപ്പൊ അത് നിങ്ങൾ വെറും ഒരു $600 ബിസിനസ്, അതൊരു വലിയ വിഷയമേ അല്ല. 3 സ്ലോട്ടിന്റെ 2 പേരെ കൊണ്ടുവന്നാൽ മതി, നമുക്ക് ഇതൊന്നും കിട്ടും. നിങ്ങളുടെ ഇൻകം ഒക്കെ പുറമെ, ഇൻകം വേറെ, ഇത് വേറെ. റൈറ്റ്. ഇതിന് ഒരു പൈസ പോലും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്, നിങ്ങൾ ഒരു $1000 ബിസിനസ് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ ഒരു 6 സ്ലോട്ടിന്റെ ഒരാളെ കൊണ്ടുവന്നാൽ $1000 ആയി. അതിന് നിങ്ങൾക്ക് ഒരു ഗോവ ട്രിപ്പാണ്. താമസവും ഫുഡും സ്റ്റേയും എല്ലാം ടേക്കൻ കെയർ, ട്രാവലിന്റെ എക്സ്പെൻസും എല്ലാം ടേക്കൻ കെയർ. റൈറ്റ്. പിന്നെ നിങ്ങൾ ഒരു $1300 ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1 gram ഗോൾഡ് കോയിൻ, 1 gram ഗോൾഡ് കോയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം 11,000 കടന്ന് 12,000 അടുത്തേക്ക് ആയി, 12,000 രൂപയോളം ആയി. സോ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും $1300 ചെയ്യുമ്പോൾ. നാലാമത്തെ ക്രൈറ്റീരിയ ആണ് ഈ $2,500 ബിസിനസ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 gram ഗോൾഡ് കോയിൻ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് ടാബ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് ലാപ്ടോപ്പ്, ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് അത് എടുക്കാം. $2,500. ഫൈനലായിട്ട് നമ്മൾക്ക് $5,000 ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 gram ഗോൾഡ് കോയിൻ പ്ലസ് ഒരു ബ്രാൻഡഡ് ടാബ് പ്ലസ് ഒരു ആൻഡ്രോയിഡ് ഫോൺ, ഇത് 3ഉം നിങ്ങൾക്ക് കരസ്ഥമാക്കാം. അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും വേണ്ട, ഇതെല്ലാം എൻ്റെ കയ്യിൽ ഉണ്ട്, എനിക്കൊന്ന് മലേഷ്യ പോയാൽ മതി എന്ന് വെച്ചാൽ മലേഷ്യക്കുള്ള ട്രിപ്പും നിങ്ങൾ ചൂസ് ചെയ്യാം. ഒന്നുകിൽ ആദ്യത്തെ 3 അല്ലെങ്കിൽ മലേഷ്യ. 5 ദിവസവും 4 രാത്രിയും നിങ്ങൾക്ക് ഒരു ഫാന്റാസ്റ്റിക് മലേഷ്യൻ ട്രിപ്പ് കിട്ടും. ഓക്കെ. സോ ഇത് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ പ്രസന്റേഷൻ കഴിഞ്ഞു. ഇഫ് യു വാണ്ട് ടു ഫ്ലൈ, യു ഹാവ് ടു ഗിവ് അപ്പ് ദ തിങ്സ് ദാറ്റ് ഹോൾഡ് യു ഡൗൺ. എന്ന് വെച്ചാൽ നമ്മൾക്ക് ജീവിതത്തിൽ പറക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ പിടിച്ചു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ജോലി ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ടെൻഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള കടങ്ങളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് പറക്കണം എന്ന് വെച്ചാൽ എന്തൊക്കെയാണോ നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നത് അതിനെയൊക്കെ നമ്മൾ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് പറക്കാൻ റെഡി ആയിരിക്കണം. അങ്ങനത്തെ ഒരു പറക്കാൻ റെഡി ആവുന്ന ഒരു ഫാന്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റിയാണ് എന്നെ സംബന്ധിച്ചോളം കോയിൻ ഫോർജ്, മൈ ഡിയർ ഫ്രണ്ട്. കോയിൻ ഫോർജ് എന്നുള്ളത് ഒരു വലിയൊരു ആയിരക്കണക്കിലുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. കോയിൻ ഫോർജ് എന്താണെന്നൊന്ന് ഒന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്നെ സംബന്ധിച്ചോളം കുറേ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അതേ ഓഫീസിലേക്ക്, അല്ലെങ്കിൽ അതേ ഷട്ടർ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് തുറക്കും അടയ്ക്കും ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ബട്ട് ആരാണോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം ഉണ്ടാവും. കേൾക്കുക, മനസ്സിലാക്കുക, ആൻഡ് നല്ലൊരു ഡിസിഷൻ എടുക്കുക. അത് നല്ലൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് മാത്രമാണ് തുറക്കാൻ പറ്റുള്ളൂ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് യു. നിങ്ങളുടെ ഡിസിഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. നല്ലൊരു ഡിസിഷൻ എടുക്കുക, നല്ലൊരു ഫ്യൂച്ചർ റെഡിയാക്കുക. റൈറ്റ്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യണം. ഓവർ ടു യു ടീച്ചർ. താങ്ക് യു വെരി മച്ച്.